ഇതിലെല്ലാം നിറച്ച് മുളക് നിൽക്കുന്നുണ്ടോ? ഇതുണ്ടോ? നിറച്ച് മുളകുണ്ട്. ഇതിലെടുത്ത് ഇപ്പോൾ പറിച്ചാണ്. ഇതുണ്ടോ? ഇതന്നെ മൂത്ത് പഴുത്തത്. ഈ പാകമാകുമ്പോഴാണ് പറിച്ചെടുക്കുന്നത്. ഈ പാകമാകുമ്പോഴാണ് പറിച്ചെടുക്കുന്നത്. ഇതൊക്കെ പറിക്കാറായതാണ്. ഇതൊക്കെ പഴുത്ത് ഇറങ്ങിയതാണ്. ഇതിൽ എല്ലാ സൈസും ഉണ്ട്. ഇങ്ങനെ ഓരോ ഇല വരുമ്പോഴും തിരി വന്നുണ്ട്. ഇതിലെപ്പോഴും ഇങ്ങനെ കാച്ചുകൊണ്ടേയിരിക്കും. ഇത് 1 വർഷം പ്രായമായിട്ടുള്ളൂ. ഇത് എത്ര നാളുകൊണ്ട് ഇതിൽ മുളക് മൂക്കുന്നത്? ഇതിൽ മുളക് മൂക്കുന്ന 6 മുതൽ 7 മാസം വരെ പ്രായമാകുമ്പോൾ മുളക് പറിക്കാറാവും. ഇതിൻ്റെ തിരിയൽ ഇങ്ങനെ വരുന്നത് ഇത് മുഴുവൻ മുളകാവുമോ? അത് മുഴുവൻ മുളകാവും. ഇത് കണ്ടില്ലേ തിക്കായിട്ട് ഇതെന്നാ നിൽക്കണേ, നിറച്ചും മണി പിടിക്കും. കണ്ടില്ലേ? ഇതിന് ഓരോ ഇനം വ്യത്യാസം വരുന്നതനുസരിച്ച് കുരുമുളകിന് എരിവിന് വ്യത്യാസം വരുമോ? ഇതിനകത്ത് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല കൊടി കരിമുണ്ടയാണ്. ഇവിടെ പല ഇനമുണ്ട്, 10-20 ഇനം കൊടിയുണ്ട് കാര്യം. പക്ഷേ കരിമുണ്ടയ്ക്കാണ് ഏറ്റവും നല്ല ഡിമാൻഡ്. ഏറ്റവും കൂടുതൽ കായ ഉണ്ടാകുന്നതും കരിമുണ്ടയാണ്. ഇതിപ്പോൾ എത്ര വർഷം പ്രായമായ കൊടിയാണ്? 1 വർഷം പ്രായമായിട്ടുണ്ട്. ഇതിനിപ്പോൾ 1 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ജാറ് മാറ്റി വെക്കേണ്ടി വരുമോ? ഈ ജാറ് മാറ്റി വെക്കേണ്ടത് ഇതിൻ്റെ തന്നെ ഇരുന്നുള്ളൂ. ഇതിൻ്റെ വേരെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് കരിയിരിക്കുമ്പോൾ ഇതിൻ്റെ വേര് കണ്ടോ? ഇത് കണ്ടോ ഇതിൻ്റെ വേര് നിൽക്കുന്നത്? നല്ല മരത്തിൻ്റെ വേര് കണക്കും. അപ്പോൾ ഇത് നന്നായിട്ട് എപ്പോഴും നല്ല വെള്ളവും കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എപ്പോഴും തളുപ്പ് വരും. തളുപ്പ് വരുമ്പോൾ തിരി ഉണ്ടാവും ഇഷ്ടം പോലെ. ഓരോ തളുപ്പ് വരുമ്പോൾ അതിൽ തിരിയായിട്ടാണ് വരുന്നത്. തിരിയായിട്ടാണ്. ഒരു തളുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരില വന്നു കഴിഞ്ഞാൽ ഒരു തിരി ഉണ്ടാവും അതിൽ. ഇതൊക്കെ കണ്ടില്ലേ? ഇതേ നിൽക്കണുണ്ടോ? അതേ ഇതെല്ലാം നിറച്ചിപ്പോൾ തിരിയിട്ടൊക്കെ കണ്ടില്ലേ? അതിൻ്റെ ഇടയ്ക്ക് പഴുത്തത് വരെയുണ്ട്. ഇതിൽ വേറെ ഇനവും ബഡ് ചെയ്തിട്ടുണ്ട്. പന്നിയൂർ എന്ന് പറഞ്ഞൊരു ഇനം കൂടി ഇതിൽ ബഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ? ഇവിടെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഉള്ളിൽ ഇതുണ്ടോ? ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഇലയാണ് ഈ വലിയ ഇലയുള്ളത്. ഇതൊക്കെ അതിൻ്റെ ഇലയാണ്. അതിങ്ങനെ കയറി ഇങ്ങോട്ട് ആയിക്കോളും. അതിൻ്റെ തിരിക്ക് നല്ല നീട്ടമുള്ളതാണ് പന്നിയൂർ. ഇതടുത്ത് വേറെ തരം ചെയ്തേക്കുന്നതാണ്. പുതിയതായിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൈക്ക് എത്രത്തോളം പൊക്കത്തിൽ വരെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതിന് വളം കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സ്പൂൺ ഫാക്ടംബോസ് ഇതിൻ്റെ ചുവട്ടിൽ തൂളി കൊടുത്തിട്ട് മാസത്തിലൊരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1 സ്പൂൺ വളം ഇടാവുള്ളൂ. ഫാക്ടംബോസ് ചുവട്ടി തൂളി ഇട്ടിട്ട് ഇതിന് ശരിക്കും നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്നും തളുപ്പുണ്ടായിരിക്കും. ഇതിന് എത്ര ദിവസം കൂടുമ്പോഴാണ് നമ്മൾ വീണ്ടും വളം ചെയ്യേണ്ടത്? ഒരു 30 ദിവസം കൂടുമ്പോൾ. 30 ദിവസം കൂടുമ്പോൾ ഈ പറഞ്ഞ അളവിൽ വളം ചെയ്താൽ മതി. നമ്മൾ നനയ്ക്കുന്നത് രാവിലെയും വൈകുന്നേരം നനച്ചു കൊടുത്താൽ നല്ലത്. അല്ലെങ്കിൽ ഒരു നേരം നനച്ചാലും മതി. ഇത് നനയ്ക്കുന്നവരും ഇതിനെ ഈ ഒരു ചെടിയിൽ നിന്ന് എത്ര കിലോ മുളക് കിട്ടുമായിരിക്കും? പച്ചയും ഉണക്കി ഇതിൽ ഒരു പറിക്കലിന് 1 കിലോ ഉണക്കമുളക് വരെ കിട്ടും. ഇത് 1 വർഷം പ്രായമായ ചെടിയാണ്. ഇതെല്ലാം നിറച്ച് ഇത് ഇങ്ങനെ ഒരു സീസണിൽ മാത്രമേ കായ്ക്കുള്ളൂ? അങ്ങനെ എന്തെങ്കിലും? ഇത് 12 മാസം കാച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വളവും കൊടുത്തു കഴിഞ്ഞാൽ 12 മാസം ഇങ്ങനെ തളുത്തുകൊണ്ടേയിരിക്കും. ഇതെല്ലാം എപ്പോഴും ഇതിൽ പഴുത്തത് മുതൽ ഇതിലിപ്പോൾ തളുപ്പ് വരില്ലേ? തളുപ്പ് വരുമ്പോഴല്ലേ തിരി വന്നെ. അങ്ങനെയെല്ലാം എപ്പോഴും തളുപ്പും തിരി എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും.